നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ ഫിലിമായിട്ടുള്ള ബാരാമുള്ള എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ഫിലിം ഇറങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആ പടത്തെ പറ്റി ഇതിനു മുമ്പ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് വളരെ റാൻഡമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഞാൻ പോയിട്ടുള്ള സ്ഥലം ആണോ? അതെവിടെയായിട്ട് വരും? അത് കാശ്മീരിൽ. ഓക്കെ. സോ നമുക്ക് ആ ബാരാമുള്ളയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് പരിപാടി എന്നറിയാലോ. की आंखों के सामने एक बच्चा हो जाएगा गुल चुमन कर डिसअपियर। देश भी सही विद्वान शकील आया खास इस केस की सर अभी तक रैंसम का कॉल क्यों नहीं आया? हर किडनैपिंग रैंसम के लिए नहीं होती है। नॉट बी सीरियस सर। मजाक तो मैं अपनी बेगम के साथ करता हूँ, वो भी साल में एक दो बार। कुत्ते किस तरह आ गए मेरे रूम से? यहाँ कोई कुत्ता है क्या? अगर कुत्ता होता तो भौंकता। ये किडनैपिंग पैसों के लिए तो नहीं। खालिदा बच्चों को इकट्ठा करके पत्थरबाज बनाकर लेकर था। बच्चों के एक करके क्यों उठाया जा रहा है? और सर एक बात अभी भी समझ में नहीं आई है कि बाल काट के फेंकने का क्या मतलब हुआ? ബ്ലാക്ക് മാജിക് പരിപാടി വല്ലതാണ്? സൂപ്പർ നാച്ചുറൽ എന്തുണ്ട്? बच्चों का कुछ पता चला? ആർട്ടിക്കിൾ 370 बच्चे बक्सों में से झील के बीच से गायब हो रहे हैं। सब कनेक्टेड है। അതെ പ്രേതം കൊള്ളാം കൊള്ളാം. ആദ്യത്തെ സുഭാഷ് ഒരു വെറൈറ്റി മിക്സ് ഓഫ് ജോണേഴ്സ് ആണ്. നവംബർ 7-ാം തീയതിയാണ് റിലീസ്. കൊള്ളാലോ പരിപാടി അല്ലേ? ഞാൻ വിചാരിച്ച അന്വേഷണ കഥയാണ്. ഞാനും വിചാരിച്ചത്, ഞാൻ ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പറയുമ്പോൾ ഞാൻ വിചാരിച്ച സീരീസിൻ്റെ ഒരു ഫോമാറ്റിലാണല്ലോ ഇത്. അതിന് പറ്റുന്ന കഥയാണല്ലോ. ഇപ്പോൾ പിള്ളേരെ മിസ്സായി പോകുന്നു, അന്വേഷിക്കുന്നു. സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ട് കേട്ടോ. ഒരു മജീഷ്യനെയും കാണിക്കുന്നുണ്ട്. അപ്പം പുള്ളിയാണല്ലോ അത് നരേറ്റ് ചെയ്യുന്നത്, ഈ കുട്ടികളെ ഇങ്ങനെ ഡിസപ്റ്റർ. പുള്ളി തന്നെയല്ലേ പിന്നെ ഒരു കൊച്ചിൻ്റെ അതന്നെ. അപ്പോൾ അത് മൊത്തത്തിൽ ഭയങ്കര ഡാർക്ക്. ഈ മൂഡ് ഭയങ്കര രസമാണ്. ഏതാ ഈ മഞ്ഞും ഡാർക്കും ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റുകളും എല്ലാം കൂടെ ഒരു നല്ല മിക്സാണ്. സോ അപ്പം നോക്കാം എന്താ പറയുക. നവംബർ 7 റിലീസാണ് പടം. കൊള്ളാം. ഇത് ബാരാമുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നല്ല സ്ഥലം. ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. എനിക്കെന്ത് പറയാല്ലേ? അതെ, എനിക്കെന്തും ആവില്ല. സോ അപ്പം നവംബർ 7 പടം റിലീസാണ് നെറ്റ്ഫ്ലിക്സിൽ. സോ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പടം കണ്ടു നോക്കാമെന്നാണ് എനിക്ക്. പടം ഇത് കണ്ടപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് കാണാൻ. പരിപാടി പൊതുവേ നെറ്റ്ഫ്ലിക്സ് കുറച്ച് ഇന്ത്യയിൽ അത്ര സക്സസ്ഫുൾ അല്ലല്ല. ഈ ഇന്ത്യൻ കണ്ടന്റുകൾ അത്ര ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ഭയങ്കര കുറവാണ്. അതിന് പഴയ ഒരുപാട് കേൾക്കുന്നുണ്ട് അവർ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ ഹെഡ് ആ ടീം ആക്ച്വലി അവർ സെലക്ട് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് എല്ലാത്തിനും നമുക്കെല്ലാം ഒരു ആവറേജ് പരിപാടികളാണ് കൂടുതലും കിട്ടുന്നത്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഭയങ്കര കിടലും വർക്ക് എന്നുള്ള ലൈനിലേക്ക് പോയിട്ടില്ല ഇതുവരെ. നോക്കാം.